ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പി ജി വ്ലോഗ് ഇസ്രായേൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തേക്ക് നമ്മൾ EPG കൺസൾട്ടൻസി ആൻഡ് ഹെൽത്ത് കെയർ ട്രെയിനിങ് സെന്റർ എന്ന സ്ഥാപനം ഈ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴയ്ക്കടുത്ത് മണ്ണൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്ഥാപിതമായിട്ട് ഒരു വർഷം തികയാണ്. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ കാര്യം നിങ്ങളോട് പറയാൻ കഴിയുന്നത്. കാരണം ഒട്ടനവധി ആളുകളുടെ ഹെൽപ്പും ഒട്ടനവധി കാൻഡിഡേറ്റുകൾ നമ്മളെ വിശ്വസിച്ചത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു രീതിയിൽ ഇന്നിവിടെ ഇരിക്കാൻ കഴിയുന്നത്. ഇസ്രായേലിൽ നിന്ന് ജോലി നിർത്തി നാട്ടിലേക്ക് പോരുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്നത് നമുക്കുടെ അടുത്ത് ആരെങ്കിലും ഒരു കെയർ ഗീവറായിട്ടോ മറ്റുള്ള ഏതെങ്കിലും ജോലിക്കായിട്ടോ എത്തിയാൽ അവനെ മാക്സിമം ഹെൽപ്പ് ചെയ്യുക, അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്ന ഒരു ചെറിയ ആഗ്രഹവുമായിട്ടാണ് ഇസ്രായേലിൽ നിന്ന് എത്തിയത്. ദൈവം സഹായിച്ച് നമുക്ക് ഇസ്രായേലിൽ നിന്ന് വന്നതിന് ശേഷം അഗ്രികൾച്ചർ ജോബിലേക്ക് പോകുന്ന ആളുകൾക്ക് കൺസൾട്ടിങ് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 27-30 ഇടയ്ക്കുള്ള ആളുകൾക്ക് കൺസൾട്ടിങ് കൊടുക്കുന്നതിനും 27 പേര് ഇസ്രായേലിൽ എത്തുന്നതിനും സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വന്ന് ഓഫീസ് ഇട്ടതിന് ശേഷം നമുക്ക് കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വന്നിട്ടുള്ള ഒരു 6ഓളം പേരെ ഇസ്രായേലിൽ എത്തിക്കുന്നതിന് സാധിച്ചു. കെയർ ഗീവർ ആയിട്ട് നമ്മൾ മെയിനായിട്ട് നമ്മൾ കെയർ ഗീവറാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള ട്രെയിനിങ്ങും കൺസൾട്ടിങ്ങും ഒക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ആ ഒരു മേഖലകളിൽ 8 പേരോളം ഇസ്രായേലിൽ എത്തുകയും 5 പേരോളം ഈ സമയത്ത് ബോംബെയിൽ ഉണ്ടാകുന്ന ഒരവസ്ഥ നമുക്കുണ്ട്. അപ്പോൾ ദൈവം സഹായിച്ച ദൈവത്തിൻ്റെ കരുണയും കാൻഡിഡേറ്റിൻ്റെ വിശ്വാസവും എന്നിൽ അർപ്പിച്ച നിങ്ങളുടെ ഓരോരുത്തരുടെയും വിശ്വാസത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു വർഷത്തെ വീഡിയോയിലേക്ക് പോവാം. ഈ വീഡിയോ ഒന്ന് കാണാം. ഈ ഒരു വർഷ കാലയളവിലുണ്ടായ ചെറിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ വീഡിയോ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണണം. PG വ്ലോഗ് ഇസ്രായേൽ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മളുമായി ബന്ധപ്പെട്ട് മറ്റുള്ള ജോലികളിലേക്ക് പോകുന്നതിന് താല്പര്യമുള്ളവർക്ക് നമ്മളെ ബന്ധപ്പെടാം. നല്ല ഏജൻസികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കിട്ടുന്ന കൺസൾട്ടിങ് ചെയ്യാൻ കിട്ടുന്ന എല്ലാ വേക്കൻസികളും നമ്മൾ കൃത്യമായിട്ട് ചെയ്യും. നമ്മളെ കൊണ്ട് കഴിയുന്നതിൻ്റെ 95% നമ്മൾ ഒരാളെ ഹെൽപ്പ് ചെയ്യുന്നതിന് എന്തൊക്കെ ചെയ്തു കൊടുക്കാവോ അതൊക്കെ ചെയ്തു കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. ഇന്ന് വരെയുള്ള ആളുകൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റി എന്നൊരു വിശ്വാസത്തിൽ ഈ വീഡിയോയിലെ ബാക്കി ഭാഗം നമുക്ക് കാണാം. നമുക്ക് വീഡിയോ അവസാനം വരെ കാണണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പം ഒരു വർഷമായതിൻ്റെ എല്ലാവിധ നന്ദി ഇപ്പം അറിയിക്കുകയാണ്. ഈ ഒരു വർഷത്തെ കാലത്തെ ചെറിയ പ്രോഗ്രാമുകൾ നമുക്കിപ്പോൾ കാണാം. ഇസ്രായേലിലേക്ക് പോകുന്ന കെയർ ഗീവർ ജോലിക്ക് വേണ്ടി പോകുന്ന ആളുകൾക്കുള്ള നല്ല ഒരു ട്രെയിനിങ് കൊടുക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് നമ്മൾ ഈ സ്ഥാപനം ആരംഭിച്ചത്. ഒട്ടനവധി പേർക്ക് 20ഓളം പേർക്ക് ഇരിക്കാൻ സൗകര്യമുള്ള എല്ലാ തരത്തിലുള്ള ഫെസിലിറ്റീസും നമുക്ക് കൊടുക്കാൻ തരത്തിലുള്ള ട്രെയിനിങ് സെൻറ്റർ എന്ന നിലയിൽ തന്നെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ സ്ഥാപനം ഇവിടെ സ്ഥാപിതമായത്. അതിന് ഒട്ടനവധി ആളുകൾക്ക് നമുക്ക് ഇവിടെ ഇരുത്തിയവരെ പഠിപ്പിക്കുന്നതിനും ഹീബ്രുവും ലോയും മെഡിക്കലും എല്ലാം പഠിപ്പിച്ച് ഇസ്രായേലിലെ എംബസി ഇൻ്റർവ്യൂ എങ്ങനെ അറ്റൻഡ് ചെയ്യണം അവരെ അതിനുള്ള പ്രാപ്തമാക്കുന്ന തരത്തിൽ ടെൻഷനുള്ള ആളുകളുടെ ടെൻഷൻ മാറ്റി ചെയ്യുന്ന തരത്തിലേക്കുള്ള ഒരു പ്രവർത്തനം ഈ ഒരു വർഷക്കാലം കാഴ്ചവെക്കുന്നതിന് സാധിച്ചിട്ടുണ്ട്. ഇസ്രായേൽ കെയർ ഗീവർ ജോലി പോലെ തന്നെ കൺസ്ട്രക്ഷൻ ജോലിയും അഗ്രികൾച്ചർ ജോലിയും എല്ലാം തന്നെ നമ്മുടെ കൺസൾട്ടിങ്ങിലൂടെ ഒട്ടനവധി ആളുകൾക്ക് ഇസ്രായേലിൽ എത്തുന്നതിനും സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് അനുഗ്രഹവും സഹായവും നൽകിയ എല്ലാവരോടും പ്രത്യേകം നന്ദി പറയുകയാണ്. ഇത് നമ്മുടെ എറണാകുളം ജില്ലയിൽ വളരെ ഒരു കൊച്ചു ഗ്രാമമായ മൂവാറ്റുപുഴയ്ക്കും പെരുമ്പാവൂരിനും ഇടയ്ക്കുള്ള മണ്ണൂർ എന്ന് പറയുന്ന MC റൂട്ടിൽ റോയൽ ഹോട്ടല്, തൊട്ടടുത്തുള്ള ഒരു PV മാർട്ട്, അങ്ങനെ ഒട്ടനവധി വ്യാപാര സമുച്ചയങ്ങളുള്ള സ്ഥലത്താണ് നമ്മുടെ ഈ ചെറിയ സ്ഥാപനം EPG കൺസൾട്ടൻസി ആൻഡ് ഹെൽത്ത് കെയർ ട്രെയിനിങ് സെൻറ്റർ എന്ന പേരിൽ സ്ഥാപിതമായത്. 2024 ഫെബ്രുവരി 11 നമ്മുടെ ഈ ഒരു സ്ഥാപനം ഉദ്ഘാടനം ചെയ്തത്. വ്യാപാര വ്യവസായിയുടെയും അതുപോലെ തന്നെ ഞങ്ങളുടെ പള്ളിയുടെ വികാരിയുടെയും സഹവികാരിയുടെയും ഈ സാമൂഹ്യ നേതാക്കന്മാരുടെയും ഒക്കെ നേതൃത്വത്തിൽ ഈ ഒരു ചെറിയ സ്ഥാപനം നമ്മൾ സ്ഥാപിച്ചതിന് ശേഷം കെയർ ഗീവറായിട്ട് 15ഓളം പേര് ഇന്ന് പോകാൻ നിൽക്കുന്നു. 8 പേരോളം ഇസ്രായേലിൽ എത്തിക്കഴിഞ്ഞു. 5 പേരോളം മത്താഷ് വന്ന് ബോംബെയിൽ വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ഇൻ്റർവ്യൂവിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന 5 പേരോളമുണ്ട്. അതുപോലെ തന്നെ അഗ്രികൾച്ചർ വിസയിൽ അന്ന് നമ്മുടെ ഈ സ്ഥാപനം ഇവിടെ സ്ഥാപിച്ചിട്ടില്ല. ബോംബെയിൽ ഇരുന്നുകൊണ്ട് അഗ്രികൾച്ചർ വിസ 27 പേരെ നമുക്ക് ഇസ്രായേലിൽ എത്തിക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ മേഖലയിൽ ഒട്ടനവധി ആളുകളെ ഇൻ്റർവ്യൂ പങ്കെടുപ്പിച്ചെങ്കിൽ പോലും 6 പേർക്കാണ് ഇസ്രായേലിലേക്ക് എത്താൻ സാധിച്ചത്.
അപ്പോൾ അവരുടെ കാര്യങ്ങളും നമുക്ക് ഭംഗിയായിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റി. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് ഒരാൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം നമ്മൾ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് പഠിക്കാൻ വരുന്നവർക്ക് ക്ലാസ്സുകൾ നൽകാറുണ്ട്, അവരെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കാറുണ്ട്, ഹീബ്രു നമ്മൾ പഠിപ്പിക്കാറുണ്ട്. ഓണം, ക്രിസ്തുമസ് തുടങ്ങിയ ആഘോഷങ്ങളെല്ലാം കാൻഡിഡേറ്റുമായി ഒന്നിച്ചിരുന്ന് ആഘോഷിക്കാറുണ്ട്. അതുപോലെ തന്നെ കാൻഡിഡേറ്റ് നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അവരെ നമ്മൾ മാക്സിമം പ്രഷർ ഒഴിവാക്കി ഇസ്രായേലിൽ എത്തിക്കുന്നതിനാണ് ശ്രമിച്ചത്. ഇസ്രായേലിൽ എത്തിയവരുടെ ചെറിയ ചെറിയ വിശേഷങ്ങൾ നമുക്ക് കേൾക്കാം. ഹലോ, നമസ്കാരം. എൻ്റെ പേര് ജിൻസി. ഞാൻ ഇസ്രായേലിലാണ് വർക്ക് ചെയ്യുന്നത്. 2 മാസമായി ഞാൻ ഇസ്രായേലിലെത്തിയിട്ട്. എൻ്റെ വീട് മൂവാറ്റുപുഴയാണ്. ഞാൻ EPG കൺസൾട്ടിംഗ് എന്ന സ്ഥാപനത്തിൽ ചെല്ലുകയും എൻ്റെ ആവശ്യം ഞാൻ അവിടെ ചേട്ടനോട് പറയുകയും ചെയ്തു. +2 മാത്രം വിദ്യാഭ്യാസമുള്ള എനിക്ക് ഇത് സാധിക്കുമോ എന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, കുഴപ്പമില്ല, ധൈര്യമായിട്ട് പോരെ, ഏത് വിധത്തിലുള്ള ഹെൽപ്പ് വേണമെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞ് പോവുകയും പഠിപ്പിക്കുകയും എഴുതി പഠിക്കുകയും മലയാളത്തിൽ പറഞ്ഞ് പഠിക്കുകയും ചെയ്തു. അതിനുവേണ്ടി ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് പോവാനും വിളിക്കുവാനും ഉള്ള ഒരു അനുവാദം ഉണ്ടായിരുന്നു. ഒരു ടീച്ചറുണ്ട്, ആരതി ടീച്ചർ. നല്ല രീതിയിൽ പുള്ളിക്കാരി ഹെൽപ്പ് ചെയ്തു. അങ്ങനെ ഇൻ്റർവ്യൂ പാസ്സായി ഇവിടെ എത്തി. അങ്ങനെ ഒരു സ്ഥാപനം അവിടെ വന്നില്ല എങ്കിൽ ഞാനിന്ന് നാട്ടിൽ തന്നെ നിന്നേനെ. ആ ഒരു സ്ഥാപനം എൻ്റെ പേര് വിനീത. എൻ്റെ സ്വദേശം മൂവാറ്റുപുഴയാണ്. എനിക്ക് ഇസ്രായേലിന് പോലുള്ള ആഗ്രഹത്തോടുകൂടി ഞാൻ അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴാണ് മണ്ണൂരുള്ള EPG കൺസൾട്ടിനെ പറ്റി അറിയാനിടയായതും ഞാൻ അവിടെ എത്തിപ്പെടുകയും അവരോട് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ച് മനസ്സിലാക്കി ഉടനെ തന്നെ അവർ പേപ്പർ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് ബാക്ക് സപ്പോർട്ട് നല്ല രീതിയിലാണ്. ചേട്ടനാവട്ടെ, ചേച്ചിയാവട്ടെ, ഞങ്ങൾക്ക് പ്രത്യേകമായിട്ടൊരു ടീച്ചറിനെ വെച്ചെന്ന ടീച്ചറാവട്ടെ, എല്ലാം നല്ല രീതിയിലാണ് ഞങ്ങൾ ചെയ്തു തന്നത്. ഇംഗ്ലീഷിനെ വളരെ വീക്കായിരുന്ന ഞാൻ നല്ല രീതിയിൽ അവരെന്നെ മുന്നോട്ട് നയിക്കുകയും ആ നയിച്ചതിനെ അടിസ്ഥാനമാക്കി എനിക്ക് ഇൻ്റർവ്യൂ നന്നായിട്ട് പാസ്സാവാനും സാധിച്ചു. ഇന്ന് ഇസ്രായേലിൽ എത്തി നിൽക്കുകയാണ് ഞാൻ. നല്ല രീതിയിലാണ് എൻ്റെ ജോലി മുന്നോട്ട് പോകുന്നത്. ഓരോ മാസം സാലറി കിട്ടുമ്പോഴും ഞാൻ എൽദോൻ ചേട്ടൻ്റെ ആ എഫേർട്ടിനെ പറ്റി ഞാൻ പ്രത്യേകം ഓർക്കുന്നു. എനിക്ക് വളരെയധികം കടപ്പെട്ടിരിക്കുന്ന ഒരാളാണ് എൽദോൻ ചേട്ടൻ. നമ്മുടെ സ്ഥാപനത്തിൽ നിന്നും കെയർ ഗീവറായിട്ട് പോയിട്ടുള്ള കുറച്ച് ആളുകളുടെ വിസ കോപ്പീസൊക്കെയാണ് നമ്മൾ ഇടുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും കൃത്യമായി. ഈ 1 വർഷക്കാലം ഞങ്ങളെ വിശ്വസിച്ച, അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് വരികയും നമ്മളോട് കൺസൾട്ടിങ് ചോദിക്കുകയും അതുപോലെ തന്നെ നമ്മളിലൂടെ ഒരു ഏജൻസിയിലൂടെ ഇസ്രായേലിൽ എത്തിപ്പെടുകയും ചെയ്തിട്ടുള്ള എല്ലാവരോടും നന്ദി പറയുകയാണ്. എന്തെങ്കിലും ഒരു ഏജൻസിയായിട്ട് ഇസ്രായേലിൽ പോകുന്ന ആളുകൾക്ക് ബോംബെയിൽ പോയിട്ട് കാര്യങ്ങൾ മനസ്സിലാകാതെ വരികയോ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുകയോ ഇൻ്റർവ്യൂ പാസ്സാകാനുള്ള പേടിയുള്ളവരൊക്കെ ഞങ്ങളുടെ അടുത്ത് വരാറുണ്ട്. ഞങ്ങൾ അവർക്കൊക്കെ ക്ലാസ്സുകൾ നൽകാറുണ്ട്. മാക്സിമം നമ്മളവരെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും ഇനിയും തുടരാൻ ഞങ്ങൾക്ക് കഴിയണം. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങൾക്ക് ഉണ്ടാവണം. അതുപോലെ തന്നെ പുതിയ ഇസ്രായേലിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നമ്മളെ സമീപിക്കാം. നമ്മുടെ ഓഫീസിൽ ഡയറക്റ്റ് വരാം. നിങ്ങൾക്കൊരു ബയോഡേറ്റ തരാം. ഏതെങ്കിലും വേക്കൻസി ഉള്ള സമയത്ത് നല്ല ഏജൻസികൾ നമുക്ക് കൺസൾട്ടിങ് ചെയ്യാൻ തരുമ്പോൾ നമ്മൾ നിങ്ങളെ അറിയിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുവരെ നമ്മുടെ വീഡിയോ കണ്ടിരുന്ന എല്ലാവരോടും നന്ദി പറയുന്നു. ഈ 1 വർഷക്കാലം ഞങ്ങളെ വിശ്വസിച്ച് ഞങ്ങളുടെ കൂടെ നിന്ന മുഴുവൻ ആളുകൾക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇനിയും ഇസ്രായേലുമായി ബന്ധപ്പെട്ട് മറ്റുള്ള രാജ്യങ്ങളുടെയൊക്കെ കാര്യങ്ങൾ ചെയ്തു വരുന്നു. മറ്റുള്ള രാജ്യങ്ങളോ ഇസ്രായേലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കൺസൾട്ടിങ് ആവശ്യമുള്ള ആളുകൾക്ക് നമ്മുടെ ഓഫീസിലോ നമ്മുടെ ഈ ഫോൺ നമ്പറിലോ ബന്ധപ്പെടാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ബൈ.